ഇത് ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു തുടർച്ച തന്നെയാണ്. ഷാഫി പറമ്പിലിനെ മുൻനിർത്തി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതൊരു വലിയ സ്വപ്നം തന്നെയാണ്. കേരളത്തിലെ 30% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം ഒരു മുഖ്യമന്ത്രി കസേരയാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ അത്തരം സ്വപ്നം കാണാനും ആ സ്വപ്നം പ്രാവർത്തികമാക്കാനും ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരമൊരു സ്വപ്നത്തെ സഫലീകരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്രവർത്തന പരിപാടികളുമായിട്ടാണ് ഞാൻ മേൽപ്പറഞ്ഞ വിഭാഗം മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി 10,000-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഈ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പല പേരുകളിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. പല വിശ്വാസ പരിസരങ്ങളെയും പിൻപറ്റിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. അല്ലാത്ത രൂപത്തിലും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പേര് ഉമ്മത്ത് മുന്നോട്ട് എന്നൊക്കെയാണ്. അങ്ങനെ പല പേരിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത്തരമൊരു ദൗത്യത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. മുസ്ലിം സമുദായം അധികാരത്തിൽ നേരിട്ട് പങ്കാളിയാവുന്ന ഒരവസ്ഥ സംജാതമാക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു രാഷ്ട്രീയ പ്രവർത്തന മാതൃക രൂപപ്പെടുത്തിയതിൻ്റെ പിറകിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ തൽക്കാലം UDF-നെയാണ് അതിനൊരു ഏജൻസിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ നേതാവായിട്ടുള്ള VD സതീശനെയാണ് ഇപ്പോൾ തൽക്കാലത്തെ ഈ അധികാര ലക്ഷ്യത്തെ മുൻനിർത്തി അവതരിപ്പിക്കുന്ന ഒരു മുഖമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രൂപ്പുകളിൽ VD സതീശനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഞാൻ ഈ ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു തമാശ കൂടി പറയേണ്ടതുണ്ട്. നമ്മൾ ഈ ആധുനിക പുതിയ മാധ്യമ പരിസരങ്ങൾ ഇത്തരം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര ഭരണ സംവിധാനങ്ങൾക്ക് ഇത് പൂർണ്ണമായി ചോർത്താൻ കഴിയുമെന്നുള്ള കാര്യം ഇത് ഉപയോഗിക്കുന്നവൻ അറിഞ്ഞിരിക്കണം. പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് സംസാരിച്ചു, നിങ്ങൾ എന്തെല്ലാം ചെയ്തു, നിങ്ങളെ ചിന്തകളും മറ്റു കാര്യങ്ങളും എന്താണ്, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഭരണ സംവിധാനങ്ങൾക്ക് ചോർത്താൻ കഴിയുമെന്നുള്ള ഒരു തമാശയാണ്. ഇത്തരം ഗ്രൂപ്പുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ രഹസ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തുകൊണ്ട് ഇവർ LDF ഒരു ചോയ്സ് അല്ലാതെ മാറി? LDF-നെ പൂർണ്ണമായി ഇവരെന്തുകൊണ്ട് തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ LDF എന്ന സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനായാലും മുസ്ലിം സമൂഹത്തിനായാലും നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ LDF ഒരു ചോയ്സേ അല്ല എന്നതുകൊണ്ടാണ് ഇവർ LDF-നെ പൂർണ്ണമായും തിരസ്കരിച്ച് UDF സംവിധാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതൊരു മോശം കാര്യമാണ് എന്നൊരഭിപ്രായം പൂർണ്ണമായി എനിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്തിനും ഒരു മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. മെറിറ്റ് എന്നുള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പൊളിറ്റിക്കലി എംപവർ ചെയ്യുക, രാഷ്ട്രീയമായി ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്നുള്ളത്. അവരുടെ രാഷ്ട്രീയ സാംസ്കാരിക താല്പര്യങ്ങളെ സഫലീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെറിറ്റ്. അത് മെറിറ്റായിട്ട് തന്നെ നമ്മൾ കാണണം. പക്ഷെ വേറൊരു കാര്യം, അതേസമയം തന്നെ ഇതിൻ്റെ ഡീമെറിറ്റുകളും നമ്മൾ കാണേണ്ടതുണ്ട്. ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ മുസ്ലിം ഏകീകരണം നടത്തുമ്പോൾ AP, EK, ജമാഅത്ത്, സലഫി ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത അങ്ങനെയുള്ള ഒരവസ്ഥ ഇപ്പോൾ ഇല്ല. എന്താ പറയുക, ഇപ്പോൾ AP-കാരൻ തൻ്റെ വോട്ട് എന്ന് പറയുന്നൊന്നും AP-കാരൻ്റെ വോട്ടല്ല, EK-കാരൻ്റെ വോട്ട് അല്ല. ഇതെല്ലാം ഒരൊറ്റ രൂപത്തിലേക്ക് ഏതാണ്ട് വന്നിട്ടുണ്ട്. അത് വളരെ കാലമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു
സാമുദായിക രാഷ്ട്രീയ പരിണാമമാണ്. അതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനൊന്നും വേണ്ടത്ര ബോധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടന്നേക്കാം, ഉറപ്പായിട്ടും നടന്നേക്കാം. ഇപ്പം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള വെള്ളാപ്പള്ളിയൊക്കെ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. അപ്പോൾ ആ ആശയം കേരളം വളരെ അധികം വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ച ഒരു മുദ്രാവാക്യമാണ്. ആ വെള്ളാപ്പള്ളിയാണ് ഈ സമുദായ ഏകീകരണത്തിന് വേണ്ടി മുസ്ലിം സംഘടനകൾ ഉപയോഗിച്ചത്. അല്ലെ, ആ വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയുടെ വിമർശനത്തെ CPM വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്ന് ആരോപിച്ചാണ് CPM-നെ പെട്ടെന്ന് സംഘപരിവാർ സഖ്യകക്ഷിയൊക്കെ ആക്കി മാറ്റിയത് എന്നുള്ളത്. ഇതിൻ്റെ വെള്ളാപ്പള്ളി എന്ന പേരിൻ്റെ ഉപയോഗം അതൊരു ചരിത്രപരമായ വിരോധാഭാസമായി നമുക്ക് തോന്നാം, വൈരുദ്ധ്യമായിട്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിം സമുദായ സംഘടനകളുടെ ഏകീകരണത്തിന് ഹൈന്ദവ സമുദായ സംഘടനകളുടെ ഏകീകരണം വേണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ കൗതുകകരമായ കാര്യം നമുക്കിതിൽ കാണാം. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഈ ഒരു ഏകീകരണത്തെക്കുറിച്ചും ഇതിൻ്റെ കൗണ്ടറായ ഏകീകരണം, ഇനി സംഭവിക്കാൻ പോകുന്ന കൗണ്ടർ ഏകീകരണത്തെക്കുറിച്ചൊക്കെ ചില കൃത്യമായ സൂചനകൾ നൽകുന്നതായിരിക്കും. അതിശക്തമായ സൂചനകൾ നൽകുന്നതായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു രാഷ്ട്രീയത്തെ ദൂരത്തു നിന്ന് നോക്കുകയാണെന്ന ഒരാൾ നൽകി എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. കേരള സമൂഹം കൂടുതൽ മതപരമായിട്ട് പോളറൈസ് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ സെക്കുലർ സ്പേസ്, മതേതര ഇടം എന്നുള്ളത് ചുരുങ്ങി അത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ചുരുങ്ങും. അങ്ങനെ ഒരു സ്പേസ് കേരളത്തിൽ ഇനി അധികകാലം ഉണ്ടാവാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. അപ്പം അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ടും കേരള സമൂഹം പല രീതിയിൽ അനുഭവിക്കാൻ പോവുകയാണ്. അത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്കത് വിസിബിൾ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം കേരളത്തിലെ കാര്യങ്ങളൊക്കെ നേരിട്ട് ഭരണപരമായ കാര്യങ്ങളായാലും മറ്റ് സാമൂഹ്യപരമായ കാര്യങ്ങളെല്ലാം തന്നെ മതങ്ങൾ നേരിട്ട് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് വരുമെന്നുള്ള കാര്യം. അപ്പം കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുക, വിധി നിർണ്ണയിക്കുക കേരളത്തിലെ മതങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശരിക്കും ഒരു വലതുപക്ഷ മലയാളി അർഹിക്കുന്നത് തന്നെയാണ്. മലയാളിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മലയാളിയിൽ നമ്മൾ ഇടതുപക്ഷക്കാരനുണ്ട് എന്ന് ആരോപിക്കുമ്പോഴും അവൻ ശക്തനായ ഒരു വലതുപക്ഷ യാഥാസ്ഥിതിക മതവാദിയൊക്കെയാണ് മലയാളി. അല്ലെങ്കിൽ അവൻ്റെ വരേണ്യതയിൽ, സവർണതയിലൊക്കെ വിശ്വസിക്കുന്ന, ഗൂഢമായ ആനന്ദം കണ്ടെത്തുന്ന അങ്ങേയറ്റം വലതുപക്ഷക്കാരനായിട്ടുള്ള ഒരാളാണ് മലയാളി എന്നുള്ളത്. അവൻ്റെ ആ ഹിപ്പോക്രസിക്ക് അവൻ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ വില എന്നുള്ളത് ഭാവി കേരളമായിരിക്കും. ഓക്കെ.